ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് ഈ വരുന്ന ഏപ്രിൽ 14 വിഷുവാണ്. അന്നത്തെ ദിവസം തീർച്ചയായിട്ടും എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും വീട്ടിൽ മറക്കാതെ കണിയൊരുക്കി ഭഗവാനെ കാണേണ്ടുന്ന പ്രധാനപ്പെട്ട ചില നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതാണ് ഞാൻ പറയുന്നത്. എല്ലാവരും വിഷുവിന് കണി കാണണം, കണി കാണരുതെന്നല്ല പറഞ്ഞത്. പക്ഷേ ഈ പറയുന്ന ചില നക്ഷത്രക്കാർ കണി കണ്ടാൽ അവർക്ക് അടുത്ത വിഷു വരെ എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും സന്തോഷവും തന്ന് ഭഗവാൻ അനുഗ്രഹിച്ചിരിക്കും. അത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. എന്തുകൊണ്ടാണ് വിഷുക്കണി കാണണം ഈ നാളുകാർ എന്ന് ഞാൻ പറയാനുള്ള കാരണം പറയാം. അതിനു മുൻപ് ഏതൊക്കെ നാളുകാരാണ് മറക്കാതെ വിഷുക്കണി കാണേണ്ടത് എന്നും കൂടിയിട്ട് പറയാം. ആദ്യത്തെ നാളുകാരെന്ന് പറയുന്നത്, അതായത് ഇടവം രാശിയിൽ ഉൾപ്പെട്ട കാർത്തിക 2, 3, 4 പാദങ്ങൾ, രോഹിണി മകയിരത്തിൻ്റെ 1, 2 പാദങ്ങൾ, പിന്നെ മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗമടങ്ങിയ ചിങ്ങം രാശിക്കൂറിൽ ഉൾപ്പെട്ട ആളുകൾ, അതുപോലെ ചിത്തിര, ചോതി, വിശാഖം രാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങളിൽ ഉൾപ്പെട്ട തുലാം രാശിക്കാരും, അവസാനമായി മൂലം, പൂരാടം, ഉത്രാടം ഈ നക്ഷത്രങ്ങൾ ഉൾപ്പെട്ട ധനു രാശിക്കാരുമാണ് എന്തൊക്കെ കാര്യങ്ങളുണ്ടായെന്ന് പറഞ്ഞാലും മുടങ്ങാതെ വിഷുക്കണി കാണേണ്ടവർ. അതിന് കാരണമെന്ന് പറയുന്നത് 2025 മെയ് 14 വ്യാഴം അതിൻ്റെ രാശി മാറുകയാണ്. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോകളിൽ പറയാറുണ്ട്, വ്യാഴം എന്ന് പറയുന്നത് സർവേശ്വര കാരകനാണ്. നമ്മൾക്ക് നമ്മുടെ ജാതകത്തിൽ വ്യാഴത്തിൻ്റെ സ്ഥാനം വളരെ നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ നമുക്ക് തരുന്ന ഒന്നാണ് ഈ വ്യാഴം എന്ന് പറയുന്നത്, അതായത് ഗുരു ഭഗവാൻ. അങ്ങനെ വരുമ്പോൾ ഈ 2025 മെയ് 14 വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനം രാശിയിലോട്ടാണ് മാറുന്നത്. മെയ് 14 രാത്രി 10:35 ബുധക്ഷേത്രമായ മിഥുനം രാശിയിലോട്ട് വ്യാഴം മാറുന്നത്. ഈ വ്യാഴമാറ്റം കൊണ്ട് ഗുണമുണ്ടാകുന്ന നക്ഷത്രങ്ങൾ, അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇത്രയും നക്ഷത്രങ്ങൾ. അതിൽ ആദ്യം പറഞ്ഞ ഇടവം രാശിയിൽ ഉൾപ്പെട്ട കാർത്തിക, രോഹിണി, മകയിരം ഈ നാളുകാർക്ക് വ്യാഴം 2 മാറുന്നത്. അത് നമുക്ക് ദൈവാധീനം ഉണ്ടാക്കി തരുന്നു. വളരെ നല്ല രീതിയിലുള്ള ദൈവാധീനം നമ്മൾക്കുണ്ടാവാനായിട്ട് സഹായിക്കും. ചിങ്ങം രാശിയിൽ ഉൾപ്പെട്ട മകം, പൂരം, ഉത്രം ഈ നാളുകാർക്ക് 11 വ്യാഴം മാറുന്നത്. സർവാഭീഷ്ടമാണ് ഇവർക്ക് ഫലമായി പറയുന്നത്. അതുമാത്രവുമല്ല, തുലാം രാശിയിൽ ഉൾപ്പെട്ട ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്ക് 9 വ്യാഴം മാറുന്നത്. അത് ഭാഗ്യസ്ഥാനമാണ്. അതായത് വ്യാഴം ഭാഗ്യഭാവത്തിലോട്ടാണ് മാറുന്നത്. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രങ്ങൾ ഉൾപ്പെട്ട ധനുരാശിക്കാർക്ക് 7-ാം ഭാവത്തിലോട്ടാണ് വരുന്നത്. അത് അവർക്ക് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ കൊടുക്കും. അതുമാത്രവുമല്ല, ഇടവം രാശിക്കാർ കണ്ടകശനിയൊക്കെ മാറി ഇപ്പോൾ ശനി നല്ല രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ വ്യാഴമാറ്റം എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ കൊടുക്കും. ചിങ്ങം രാശിക്കാണെങ്കിലും തുലാം രാശിക്കാണെങ്കിലും ഒക്കെ തന്നെയും യാതൊരു വിധത്തിലുമുള്ള ദോഷങ്ങളില്ലാതെ സർവേശ്വരകാരകനായ വ്യാഴം അവരെ മുന്നോട്ട് നയിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തീർച്ചയായിട്ടും നിങ്ങൾ ഈ വരുന്ന ഏപ്രിൽ 14 വിഷുക്കണി വീട്ടിലൊരുക്കി ഭഗവാനെ കണി കാണണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മുടെ ഒരു വർഷത്തെ ഫലമാണ് ഈ ഒരു വിഷുക്കണി നമുക്ക് തരുന്നത്. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കണിയൊരുക്കി അന്നത്തെ ദിവസം കണി കണ്ട് പറ്റുന്ന നാമങ്ങൾ ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഹരേ രാമ ഹരേ രാമ അങ്ങനെ അറിയാവുന്ന മന്ത്രങ്ങളൊക്കെ നിങ്ങൾ അന്നത്തെ ദിവസം ചൊല്ലുന്നത് ഭഗവാന്റെ പ്രീതി കിട്ടാൻ കാരണമാകും. അങ്ങനെ കിട്ടിയാൽ നിങ്ങൾക്കുള്ള ഈ ഗുണാനുഭവങ്ങൾ
കൂടുകയും ചെയ്യും. അതുമാത്രവുമല്ല, ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അന്നത്തെ ദിവസം വീട്ടിൽ കണിയൊരുക്കാൻ പറ്റിയില്ല എങ്കിൽ പോലും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി കണി കാണാൻ ശ്രമിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ ഭഗവാന് മുൻപിൽ ഒരു നെയ്ദീപം കൊളുത്തി വെക്കാനെങ്കിലും അന്നത്തെ ദിവസം മറക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വ്യാഴമാറ്റം എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങളെ നിങ്ങൾക്ക് തരികയുള്ളൂ. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്, കഴിവതും വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യാനായിട്ട് ശ്രമിക്കണം. എല്ലാ ദിവസവും പറ്റില്ല എന്നുണ്ടെങ്കിലും തിരുവോണം, രോഹിണി, അതുപോലെ തന്നെ വ്യാഴാഴ്ച, ബുധനാഴ്ച, ഏകാദശി വരുന്ന ദിവസങ്ങൾ, ഏകാദശി വ്രതമൊക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ട് ഇനി വരുന്ന എല്ലാ ഏകാദശി വ്രതങ്ങളും മുടങ്ങാതെ എടുക്കാനും കൂടിയിട്ട് ശ്രമിക്കേണ്ടതാണ്. പിന്നെ ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, ഇത് പൊതുവായിട്ട് വരുന്ന ഫലങ്ങളാണ്. പക്ഷേ എന്നാൽ പോലും നമുക്ക് നമ്മുടെ ജാതകത്തിൽ എത്ര രീതിയിലുള്ള ദോഷങ്ങൾ ഈ സമയത്തുണ്ടെങ്കിലും നമുക്ക് ഇതിൻ്റെ ഒരു 40% അനുഭവിക്കാനായിട്ട് പറ്റും. എന്നാൽ തന്നെയും നിങ്ങൾ ചെയ്യേണ്ടത് ഇനി മുന്നോട്ട് ഞാൻ പറയുന്നുണ്ട്. അതായത് ബാക്കിയുള്ള 60% നിങ്ങൾക്ക് ദോഷമാണ് എന്നുണ്ടെങ്കിലും നമുക്ക് എങ്ങനെ ആ ദോഷത്തെ ഗുണമാക്കി മാറ്റാമെന്നുള്ള കാര്യം കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങളും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. പറ്റുമെങ്കിൽ എല്ലാ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കാനോ അല്ലെങ്കിൽ കേൾക്കാനോ ശ്രമിക്കണം. ഇനി അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഓം നമോ നാരായണായ എന്ന മന്ത്രമോ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രമോ കഴിവതും നിങ്ങൾ ചൊല്ലാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. വ്യാഴാഴ്ച വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ്. പറ്റുമെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിക്കുന്നതും ഗുരുവായൂരപ്പന് മഞ്ഞപ്പട്ട് സമർപ്പിക്കുന്നതും തുളസിമാല സമർപ്പിക്കുന്നതുമൊക്കെ വ്യാഴത്തിൻ്റെ ആ ഒരു ഭാഗ്യം വീണ്ടും വീണ്ടും കൂടാനായിട്ട് നമ്മളെ സഹായിക്കും. അടുത്ത വിഷു വരെ, അതായത് അടുത്ത വർഷം വരുന്ന വ്യാഴമാറ്റം വരെ നിങ്ങൾക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാവുന്നതാണ്. സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ നോട്ടം നല്ല രീതിയിൽ നമുക്ക് കിട്ടിയാൽ നമുക്ക് ആ ഒരു വർഷം എല്ലാ രീതിയിലും നമ്മൾക്ക് ഐശ്വര്യപ്രദമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിയുന്നതുപോലെ ഈ വക കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. മെയ് 14 അതായത് വ്യാഴം മാറുന്ന മെയ് 14 രാത്രിയാണ്. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം മെയ് 15 വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി അവിടെ ഭഗവാന് നെയ് ദീപം കൊളുത്തുന്നതും, അതല്ലെന്നുണ്ടെങ്കിൽ തൃക്കൈവെണ്ണ സമർപ്പിക്കുന്നതും, മഞ്ഞപ്പട്ട് സമർപ്പിക്കുന്നതും, തുളസിയില സമർപ്പിക്കുന്നതും, നിങ്ങളുടെ പേരിൽ ഭാഗ്യ സൂക്തം കഴിപ്പിക്കുന്നതുമൊക്കെ നിങ്ങളുടെ ഭാഗ്യം നല്ല രീതിയിൽ വർദ്ധിക്കാനായിട്ട് ഇടയാക്കുന്നതാണ്. അതുമാത്രവുമല്ല, ഭഗവാന് പറ്റുമെങ്കിൽ വീട്ടിൽ ഉണ്ണിയപ്പം നേദിക്കാനും ശ്രമിക്കാവുന്നതാണ്. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിക്കുള്ള കാര്യങ്ങൾ മാസത്തിൽ 1, അതായത് 30 വ്യാഴം എന്നുള്ള കണക്കിൽ, 30 വ്യാഴം എന്ന് പറയുന്നത് മലയാള മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ചയാണ് നമ്മൾ 30 വ്യാഴം എന്ന് പറയുന്നത്. അപ്പോൾ ആ വരുന്ന 30 വ്യാഴം എന്നുള്ള കണക്കിൽ എല്ലാ മാസവും 30 വ്യാഴം വ്രതമെടുക്കുക. അതായത് ഒരു വർഷമാകുമ്പോൾ 12 വ്യാഴം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ മാസത്തിൻ്റെ ആദ്യം വരുന്ന വ്യാഴാഴ്ച അല്ലെങ്കിൽ അവസാനം വരുന്ന വ്യാഴാഴ്ച ആയിട്ട് നിങ്ങൾക്ക് വ്രതമെടുക്കാം. ഇതൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും വ്യാഴാഴ്ച ദിവസം ഭഗവാന് വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത് ഭാഗ്യം കൂട്ടാൻ നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ പൂയം നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾ നോർത്ത് ഈസ്റ്റ് കോർണറിൽ ദീപം കൊളുത്തി പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ല ഫലങ്ങൾ നൽകും. അതുമാത്രവുമല്ല, മഞ്ഞ കളർ കൂടുതലായി ഈ ഒരു വർഷം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഭഗവാന് മഞ്ഞ പൂക്കൾ സമർപ്പിക്കുന്നതും പഴം, അതായത് മഞ്ഞപ്പഴം, അതായത് പഴമാണ് ഉദ്ദേശിച്ചത്, ബനാന, അത് സമർപ്പിക്കുന്നതുമൊക്കെ നല്ല രീതിയിലുള്ള ഫലങ്ങൾ നൽകും. ഒറിജിനലായിട്ടുള്ള ചന്ദനം, അതായത് മഞ്ഞൾപ്പൊടി അല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്, ഒറിജിനൽ ചന്ദനം വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ അത് വാങ്ങിച്ച് എല്ലാ ദിവസവും അരച്ച് നെറ്റിയിൽ പൊട്ട് തൊടുന്നത് വളരെ നല്ല ഫലങ്ങൾ നമുക്ക് നൽകുന്നതാണ്. അതുപോലെ കഴിയുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കുങ്കുമപ്പൂവ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം. അതായത് ഞാൻ ഈ പറഞ്ഞതുപോലെ ചന്ദനം അരയ്ക്കുമ്പോൾ അതിലൊരു സ്ട്രാൻസ കുങ്കുമപ്പൂവിട്ട് അരച്ച് നെറ്റിയിൽ പുരട്ടുന്നത്, അതായത് പൊട്ട് തൊടുന്നത് വളരെ നല്ല ഫലം നൽകും. അതല്ല എന്നുണ്ടെങ്കിൽ പാല് കാച്ചി
പാല് കാച്ചുമ്പോൾ ഒരല്പം ഒരേ ഒരു സ്ട്രാൻസ കുങ്കുമപ്പൂവിട്ട് അത് കുടിക്കുന്നതും നമുക്ക് നല്ല രീതിയിൽ ഫലങ്ങൾ നൽകും. അതേപോലെ തന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ വെങ്കടേശ്വര ഭഗവാൻ, മഹാവിഷ്ണു തന്നെയാണ് വെങ്കടേശ്വര ഭഗവാന് 2 മാവിളക്ക് കൊളുത്തി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും തുളസിയില സമർപ്പിക്കുന്നതും, അത്തം നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും, ബുധനാഴ്ച ദിവസങ്ങളിൽ വെങ്കടേശ്വര ഭഗവാന് പൂജ ചെയ്യുന്നതും. കാരണം വ്യാഴം മാറുന്നത് ബുധക്ഷേത്രത്തിലോട്ടാണ്. അതുകൊണ്ട് തന്നെ ബുധനാഴ്ച ദിവസങ്ങളിൽ വെങ്കടേശ്വര ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും വളരെ നല്ല ഫലങ്ങൾ നമുക്ക് കൊണ്ടുതരും. പറയുന്നത് തന്നെ ഗുരുഭഗവാൻ എപ്പോഴും പ്രിയം മഞ്ഞ കളറിനോടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം കൂടുതലായിട്ട് നിങ്ങൾ മഞ്ഞ കളർ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ മഞ്ഞ കളറിലെ ഒരു ടവലൊക്കെ ഉപയോഗിക്കുന്നത് വളരെ നല്ല ഫലങ്ങൾ നമുക്ക് നൽകുന്നതാണ്. അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഗുരുഭഗവാന്റെ ഗായത്രി മന്ത്രം ജപിക്കുന്നതും, വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഗുരുഭഗവാന്റെ ബീജമന്ത്രമായ ഓം ഗ്രാം ഗ്രീം ഗ്രൗം സ ഗുരവേ നമ എന്നുള്ള മന്ത്രം 108 തവണ ചൊല്ലാൻ പറ്റുമെങ്കിൽ 108 തവണ, അല്ലെങ്കിൽ 21 തവണയോ 11 തവണയോ 9 തവണയോ ചൊല്ലാവുന്നതാണ്. അതുപോലെ തന്നെ ഗുരുവിൻ്റെ നവഗ്രഹ സ്തോത്രം ദേവാനാം ച ഋഷിണാം ച ഗുരുകാഞ്ചന സന്നിഭം ബുദ്ധിർഭൂതം ത്രിലോകേശം ത്വം നമാമി ബൃഹസ്പതിം എന്ന് പറയുന്നത് ഗുരു തന്നെയാണ്. ഈ മന്ത്രം എല്ലാ ദിവസവും ഇല്ലെങ്കിൽ വ്യാഴാഴ്ചകളിലെങ്കിലും 16 തവണ ചൊല്ലുന്നത് നല്ല രീതിയിലുള്ള ഗുണഫലങ്ങൾ തന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് കഴിയുന്നതും എല്ലാവരും ഈ വരുന്ന വിഷു മുതൽ അങ്ങോട്ട് ഭഗവാനെ തീർച്ചയായിട്ടും മുറുക്കി പിടിച്ച് പ്രാർത്ഥിക്കേണ്ടത് തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള ഒരു ഉയർച്ച തീർച്ചയായിട്ടും ഈ ഒരു വ്യാഴമാറ്റം കൊണ്ട് ഉണ്ടാകുന്നതായിരിക്കും. എല്ലാവരും ഞാൻ ഈ പറഞ്ഞ കാര്യമൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ.